ഹലോ, നമുക്ക് സിമ്പിളായിട്ടൊരു കേസരി ഉണ്ടാക്കിയാലോ? ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുക്കുക. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് ഡാൽഡ ഇട്ട് കൊടുക്കുക. ഡാൽഡ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് നെയ്യാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. നെയ്യോടെ ഒന്ന് ചൂടായി വന്നാൽ കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ മുന്തിരി മാത്രം കേട്ടോ ഇട്ട് കൊടുത്തേ. അതിനുശേഷം നമ്മൾ ഒരു 1/4 കപ്പ് റവയാണ് ഇട്ട് കൊടുത്തത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് ഈ കേസരി ഉണ്ടാക്കാനായിട്ട് കേട്ടോ. റവ ഒന്ന് ചൂടായി വന്നാൽ മതി, ഒരുപാട് വെന്ത് പോവരുത്, അതുപോലെ കളറ് മാറി വറുത്തെടുക്കരുത് കേട്ടോ. റവ ചൂടായി കിട്ടിയാൽ മതി. അതിനുശേഷം നമ്മൾ അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തത്. 1/4 കപ്പ് റവയ്ക്ക് 1/2 കപ്പ് വെള്ളം കേട്ടോ. അതിനുശേഷം നല്ലപോലെ റവ ഒന്ന് ഉടച്ചെടുക്കുക, കട്ടയൊന്നും ഉണ്ടാവാൻ പാടില്ല. വെള്ളം വറ്റിയതിന് ശേഷം ഒന്ന് റവ വെന്ത് വന്നാൽ നമ്മൾ അതിലേക്ക് കുറച്ച് ഫുഡ് കളറാണ് ആഡ് ചെയ്തത്, യെല്ലോ കളർ കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വേവിച്ചെടുക്കണം റവ. അതിനുശേഷം നമ്മൾ കുറച്ച് ഓയിലാണ് ചേർത്ത് കൊടുത്തത്, പാം ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ കേട്ടോ. വെളിച്ചെണ്ണ ചേർക്കരുത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ഇടയ്ക്ക് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കണം. നെയ്യ് ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. നെയ്യ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അതിന് ശേഷം ഇതുപോലെ ഒന്നായി വന്നതിന് ശേഷം പിന്നെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഷുഗർ നല്ല പൊടിച്ചെടുത്തത് കേട്ടോ, മിക്സിയിൽ ഇട്ട് പൊടിച്ചെടുത്തതാണ്. ഷുഗറിൻ്റെ കൂടെ നമ്മൾ പിന്നെ ചേർത്ത് കൊടുത്തത് കുറച്ച് ഏലക്ക, 2-3 ഏലക്ക, അതുപോലെ ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് അതും കൂടെ ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ കേസരി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. സിമ്പിളാണ് കേസരി ഉണ്ടാക്കാനായിട്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.